വില്ലത്തരം പതിവാക്കി മമ്മൂട്ടി ഒപ്പം വിനായകനും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വില്ലത്തരം പതിവാക്കി മമ്മൂട്ടി ഒപ്പം വിനായകനും. മമ്മൂട്ടി വില്ലനായി എത്തുകയാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്നുകൊണ്ട് അദ്ദേഹം തന്റെ പടയോട്ടം തുടരുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു നടനെ നമുക്ക് മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ കാണാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്കും വ്യത്യസ്തനാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മമ്മൂട്ടി അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മമ്മൂട്ടി പുതിയതായിട്ട് നിർമ്മിക്കുന്ന ചിത്രം, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ 7ാമത്തെ ചിത്രം മാത്രമല്ല, പുതിയ സംവിധായകൻ ജിതിൻ കെ ജോസ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ഒരു സംവിധായകൻ ആ ഒരു ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പല സർപ്രൈസുകളും നമ്മൾ അതിൽ പ്രതീക്ഷിച്ചതാണ്. അതെ, ഏറ്റവും വലിയ സർപ്രൈസ് ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. വീണ്ടും വില്ലൻ കഥാപാത്രമാകാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി എന്നത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നടൻ വിനായകനും ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുമെന്നും പറയുന്നുണ്ട്. ഏതായാലും വിനായകന്റെ വില്ലനായിട്ടാണോ മമ്മൂക്ക എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മമ്മൂട്ടിക്കൊപ്പം തന്നെ നിൽക്കുന്നൊരു വേഷത്തിലായിരിക്കും വിനായകനും എത്തുക എന്നാണ് കേൾക്കുന്നത്. കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ സഹരചയിതാവ് കൂടിയാണ് ജിതിൻ കെ ജോസ്. അദ്ദേഹത്തിന്റെ പ്രഥമ സംവിധാന സംരംഭം മമ്മൂട്ടിയുടെ സ്വന്തം ബാനറായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്ന ചിത്രം കൂടിയായി മാറുകയാണ് ഇത്. പൃഥ്വിരാജ്, ജോർജ് ജോർജ് എന്നിവരെ പരിഗണിച്ച വേഷത്തിലേക്കാണ് ഇപ്പോൾ വിനായകൻ എത്തുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ നാഗർകോവിലിൽ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന സിനിമയുടെ സെറ്റിൽ 2 ആഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായ റോബി വർഗീസ് രാജാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ക്രൈം ത്രില്ലറായി ഒരുങ്ങുന്ന സിനിമയ്ക്ക് സുഷിൻ ശ്യാം ആയിരിക്കും സംഗീതമൊരുക്കുക. ബ്രഹ്മയുഗം, റോഷാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരിക്കും ഈ സിനിമയിലേത്. അതേസമയം ഈ ചിത്രത്തിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കുമെന്നൊക്കെ നമുക്ക് തിയേറ്ററിൽ ചിത്രം വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും മമ്മൂട്ടിയുടേതെന്ന കാര്യത്തിൽ 100% ഉറപ്പിക്കാം. കാരണം അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതുമായ ചിത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് അത്രത്തോളം പാഷൻ തോന്നുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തനിക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അതും വ്യത്യസ്തത കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ബ്രഹ്മയുഗമോ റോഷാക്കോ പോലെയുള്ള വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഗൗതം വാസുദേവ് മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ബാമ അരുൺ, ഡീൻ ഡെന്നീസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികൻ ജോർജ് എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്ന റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഗൗതം വാസുദേവ് മേനോന്റെ ചിത്രം പുതിയതായിട്ട് റിലീസിങ്ങിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. കാരണം അതിന്റെ ഷൂട്ടിങ്ങിന്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനിതാ ഈ ഒരു ചിത്രത്തിന്റെ മറ്റു ജോലികളിലേക്ക് കടക്കുകയാണ് അണിയറ പ്രവർത്തകർ എന്നാണ് അറിയാൻ സാധിച്ചത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സിനിമ വ്യത്യസ്തമായ ജോണറും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രവുമായിരിക്കും മമ്മൂട്ടി നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുക എന്നാണ് അറിയുന്നത്. ഒരു കോമഡിയും ഇൻവെസ്റ്റിഗേഷനും ഒരുമിച്ച് ചേർന്ന രസത്തിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും മമ്മൂക്ക നമ്മളെ അതിശയിപ്പിക്കുകയാണ്. 2024 അദ്ദേഹത്തിന്റെ ആ ഒരു വിസ്മയം തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും അങ്ങോട്ടും പല വർഷങ്ങളിലും അദ്ദേഹത്തിന്റെ മികച്ച അഭിനയ ശേഷി നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം പ്രകടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.